വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാംസങ്ങിൻ്റെ ഫോണുകളൊക്കെ കൺട്രി ലോക്ക് ഉണ്ടാവും. നമ്മൾ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ അവിടുത്തെ സിമ്മയിൽ വർക്കാവില്ല, അവർ ലോക്ക് ചോദിക്കും. അപ്പോൾ അതെങ്ങനെ ലോക്ക് ഒഴിവാക്കാന്നുള്ളത് നോക്കാം. സാംസങ്ങിൻ്റെ മാത്രമല്ല ഒരുവിധം ഫോണുകളൊക്കെ ആ പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ അവിടെ ഉപയോഗിച്ച് കൊണ്ടുവരാണെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. ഇത് സൗദി അറേബ്യൻ്റെ ഫോണാണ്, അവിടെ നിന്ന് കൊടുക്കുന്ന ഫോണാണ്. അതിന് ലോക്ക് ഉണ്ട്. ഇതിലിപ്പോൾ ഇന്ത്യൻ സിം ഇട്ടപ്പോൾ അതേപോലെ ലോക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ളൊരു ട്രിക്കാണ് കാണിക്കുന്നുണ്ട്. ഇത് സൗദിൻ്റെ ഫോൺ ആയതുകൊണ്ട് അവിടുത്തെ ഒരു സിമ്മ് വേണം നമുക്ക് അൺലോക്ക് ചെയ്യാൻ. സൗദിൻ്റെ ഒരു സിമ്മ് ഇതിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് കോൾ ചെയ്താൽ മതി. ഏതെങ്കിലും ടോൾ ഫ്രീ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി. നിങ്ങൾ ഏത് സിമ്മാണോ ഇടുന്നത് അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഡയൽ ചെയ്താൽ മതി. 5 മിനിറ്റ് കോൾ കണക്റ്റ് ആവണം. ടോൾ ഫ്രീ നമ്പറിലേക്ക് കോൾ പോകുന്നില്ലെങ്കിൽ അതിൽ റീചാർജ് ചെയ്തിട്ട് ചെയ്താൽ മതി. അങ്ങനെ 5 മിനിറ്റ് കോൾ ചെയ്താൽ ഫോൺ അൺലോക്ക് ആവും. പിന്നെ നമുക്ക് ഏത് സിം ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ സൗദിൻ്റെ സിമ്മാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞിട്ടിന് ശേഷം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് കോൾ ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ റേഞ്ച് വന്നിട്ടുണ്ട്. സൗദിൻ്റെ സിമ്മാണ്. അവിടുത്തെ സിം ഇട്ടിട്ട് നെറ്റ്വർക്ക് വരുന്നില്ലെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് നെറ്റ്വർക്ക് സെറ്റിങ്സിൽ നമുക്ക് മാനുവലായിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. VI അല്ലെങ്കിൽ BSNL, എയർടെൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ നെറ്റ്വർക്ക് വരും. ഇതേപോലെ നെറ്റ്വർക്ക് മാനുവലായിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ കാണിക്കുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇതിൽ ഞാൻ VI ഇന്ത്യ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് ജസ്റ്റ് കോൾ ചെയ്താൽ മതി. 5 മിനിറ്റ്. ഞാനിപ്പോൾ ഡയൽ ചെയ്യുന്നത് അവിടുത്തെ സിമ്മിൻ്റെ കസ്റ്റമർ കെയർ നമ്പറാണ്. അതിലേക്ക് ടോൾ ഫ്രീ ആയിട്ട് അടിക്കാൻ പറ്റും. കോള് കണക്റ്റ് ആണെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ ട്രൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ വേറെ നമ്പർ ജസ്റ്റ് മാറ്റി അടിച്ച് നോക്കുക. നെറ്റിൽ ഒന്നുകൂടി സെർച്ച് ചെയ്താൽ മതി. വേറെ നമ്പർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നമ്പറിലോട്ട് കണക്റ്റ് ആവും. ടോട്ടൽ 5 മിനിറ്റ് കോൾ ചെയ്യണം. കോൾ ചെയ്യുന്നത് 5 മിനിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്താൽ മതി. അങ്ങനെ ടോട്ടൽ 5 മിനിറ്റ് ആയാൽ മതി.
അപ്പോൾ ടോട്ടൽ 5 മിനിറ്റ് കോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ സിം ഇട്ട് എടുത്തിട്ട് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇന്ത്യൻ സിം റേഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഏത് സിം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്.